ഹലോ ഗൈസ്, ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഹാപ്പി ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാ വീഡിയോസും ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന ഫോൺ തൽക്കാലം ഒന്ന് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വിഷു വ്ളോഗും കാര്യങ്ങളൊക്കെ ഇടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നത് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് എൻ്റെ ഒരു ഫോണിൻ്റെ കഥ അല്ലെങ്കിൽ യാത്ര എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പറയുന്നത് ഒരു ക്രാഫ്റ്റ് ചാനലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എസ് ക്രാഫ്റ്റ് ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ കയ്യിൽ ഒറ്റ ഫോണാണ് ഉണ്ടായിട്ടുണ്ടായത്. അത് കുറച്ചൊരു പഴയ വേർഷനാണ്, തൽക്കാലം ഉപയോഗിച്ച് പോകാൻ പറ്റുന്ന പോലെ ഒരു കുഴപ്പമില്ലാത്ത ഒരു നല്ല അടിപൊളി ഫോണായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഫോണാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ഫോണിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വോയിസ് റെക്കോർഡ് ചെയ്ത് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോണാണ് ഉണ്ടായിട്ടുണ്ടായത്. അപ്പോൾ അതിന് കുറച്ച് ഓൾഡർ വേർഷൻ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചില സമയത്ത് നല്ലപോലെ വീഡിയോസ് അപ്ലോഡ് ആവും. അതുപോലെ ചില സമയത്ത് വെറും ബ്ലാക്ക് സ്ക്രീൻ വരും. അതുപോലെ തന്നെ പാട്ട് മാത്രം നമുക്ക് കേൾക്കും. അങ്ങനെയൊക്കെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ആവാൻ വേണ്ടി തുടങ്ങി. ആ ഒരു ടൈം ഞാൻ ആ ഒരു എഡിറ്റ് ചെയ്ത വീഡിയോ എൻ്റെ ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചിട്ട് അവളുടെ നെറ്റ് വെച്ച് അപ്ലോഡ് ചെയ്യൽ അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഞാൻ അങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ക്രാഫ്റ്റ് ചാനലും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് പിന്നെ അടുത്ത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. ആ ഒരു ടൈമിൽ ഞാൻ അധികം ലോങ് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിട്ടില്ല. ഞാൻ കുഞ്ഞു ഷോർട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് ഇടുമായിരുന്നു. അപ്പോൾ അതും എൻ്റെ ഈ ഒരു ഫോണിൽ തന്നെ ആകുമ്പോൾ അടുത്ത് എനിക്ക് ബ്ലാക്ക് സ്ക്രീൻ മാത്രം, അത് കുറച്ച് പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഷോർട്സിലൊക്കെ വെറും ബ്ലാക്ക് സ്ക്രീനും പാട്ടുമായിരിക്കും, അങ്ങനെയൊക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടുത്ത് ഞാനെന്നെ ശ്രദ്ധിക്കില്ല, ഞാൻ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് അടുത്ത ഒരു ഫോണിൻ്റെ കഥ വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിലാണ് എൻ്റെ ചേച്ചിയുടെ ഫോൺ അടിച്ചു പോകുന്നത്. അതായത് നമ്മുടെ ഈ കഥാനായകനുണ്ടല്ലോ ഈ ഫോൺ, അപ്പോൾ ആ ഒരു ഫോൺ എന്താണ് അടിച്ചു പോയി. അതായത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഫുൾ ഇങ്ങനെ ഡബിൾ ലൈൻസും കാര്യങ്ങളൊക്കെ വന്നു. അങ്ങനെ ഡിസ്പ്ലേ മാറ്റിയപ്പോൾ അത് ശരിയായിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഫോൺ പിന്നെ അത് യൂസ് ആക്കാൻ വേണ്ടി പറ്റാതെയായി. അങ്ങനെ അവൾ പുതിയ ഫോൺ എടുത്തു. ആ ടൈമിൽ എന്നോട് ചോദിച്ചു വേണോ. അങ്ങനെ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ ഫോൺ തന്നെയാണ് ഞാൻ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ടൈമിലൊക്കെ ആയപ്പോൾ എനിക്ക് തന്നെ ഒരു മൂഡ് ഓഫ് പോലെയൊക്കെ ആയി. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടായത്. മെയിനായിട്ട് മൂഡ് പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ബ്ലാക്ക് സ്ക്രീനിൽ വരണം. അതുപോലെ തന്നെ വെറും പാട്ട് മാത്രമേ നമുക്ക് കേൾക്കൂ. മെയിനായിട്ടുള്ള ആ ഒരു കണ്ടന്റ് വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴാണ് എനിക്കെല്ലാം കൂടി ഒരു മൂഡ് പോയ അവസ്ഥയായത്. ഏച്ചിയുടെ ഫോണിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആവും, പക്ഷേ അവർക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട് എന്നൊക്കെ ആയപ്പോഴാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നൊക്കെ വിചാരിച്ചത്. അങ്ങനെ അവൾ തന്നെയാണ് പറഞ്ഞത് എന്നാൽ മറ്റേ ഫോണിൽ, അതായത് ആ ഒരു ഫോണിൽ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാൻ ഭയങ്കര ഇത് പറഞ്ഞു, ഇല്ല അതിലാവില്ല. കാരണം ഈ ഒരു ഫോണിനേക്കാളും കുറച്ചുകൂടി ഓൾഡർ വേർഷനാണ് ആ ഒരു ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതായിരുന്നു, അതിലാവില്ല എന്നുള്ള രീതിയിൽ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ ഒരു ദിവസം ഞാൻ വെച്ചാൽ എന്തായാലും പറഞ്ഞല്ലോ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഞാനൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ആ ഒരു ഫോണിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ഫോൺ മെയിനായിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ടായത്. അതായത് ഡിസ്പ്ലേ എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുത്ത് വെക്കാൻ വിട്ടുപോയി, ഇല്ലെങ്കിൽ അതുകൂടി ഞാൻ ആഡ് ചെയ്യുമായിരുന്നു. ആ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക് എന്ന് പറഞ്ഞ് കൊടുക്കായിരുന്നു. അപ്പോൾ ഫുൾ ഡിസ്പ്ലേ ഇങ്ങനെ അടിച്ചു പോയിട്ടുണ്ടായത്. അതായത് ചെറിയൊരു ഭാഗം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലായിരുന്നു ഫോൺ ഉണ്ടായത്. അപ്പോൾ ഞാൻ വെച്ചു സാരമില്ല, കുഴപ്പമില്ല, എല്ലാം ശരിയാവുന്നുള്ള രീതിയിൽ ഞാൻ അതിൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഒരു ഓൾമോസ്റ്റ് മാക്സിമം വീഡിയോസ് ഞാൻ ആ ഒരു ഫോണിലാണ് ചെയ്തിട്ടായത്. ഈ ഒരു വിഷു വ്ളോഗിൻ്റെ അത്ര വരെയുള്ള വീഡിയോസ് ഞാൻ ആ ഒരു ഫോണിൽ തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യലായിരുന്നു. തമ്മിലും കാര്യങ്ങളും മാത്രം എൻ്റെ ഫോണിലേക്ക് ബ്ലൂടൂത്ത് വഴിയൊക്കെ സെൻഡ് ചെയ്ത് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ച് ബിഗ് ഫാമിലി ആയി കഴിഞ്ഞിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നൊക്കെ ആയിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ ഒരു ടൈമാണ് കുറച്ചുകൂടി ബെസ്റ്റ് എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫോണിലേക്ക് എത്തിപ്പെട്ടതെന്ന് പറയുന്നത്. അങ്ങനെ അതൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫോൺ എന്ന് പറയുന്നത് ഇടയ്ക്കിടെ പണി മുടക്കിയിട്ടുണ്ടായിരുന്നു, ബാറ്ററി അടിച്ച് പോയി. കാരണം ഞാൻ ഒരു 5 years ആയിട്ട് ഈ ഫോൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെതായ തകരാറുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇടയ്ക്കിടെ പോയിട്ട് ബാറ്ററി മാറ്റി തരും. അങ്ങനെ എല്ലാവർക്കും ഒരു ചിലവായിട്ട് മാറി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ ഈ ബാറ്ററി മാറ്റിയ പൈസയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു പുതിയ ഫോൺ വാങ്ങിക്കായിരുന്നു, EMI അറ്റ്ലീസ്റ്റ്. അപ്പോൾ അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഒരു ഫോൺ ഓഫായി പോയപ്പോൾ അതുകൊണ്ടാണ് ഭയങ്കര ഒരു ടെൻഷനും കൺഫ്യൂഷനൊക്കെ ഉണ്ടായത്. ഈ എല്ലാ പൈസ ഇങ്ങനെ വെറുതെ റിപ്പയർ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ ഒന്ന് വാങ്ങണോ എന്നുള്ള രീതിയിലൊക്കെ കൺഫ്യൂസ്ഡായി. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ തൽക്കാലം ഈ ഒരു ടൈമിൽ ഈ ഒരു റിപ്പയർ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ഒരു തീരുമാനം കുറച്ചുകൂടി അടിപൊളിയായിട്ട് മാറി എന്നെനിക്ക് തോന്നി. അതാണ് ഞാൻ ഇന്ന് മെയിനായിട്ട് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞാൻ അമ്മയും കൂടെ പോയിട്ട് ഫുൾ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ പോകാത്ത ഷോപ്പായിരുന്നു. അതായത് ഫുൾ മൊബൈൽ കേസസിൻ്റെ ഒരു കടയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ സർവീസ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് വെച്ചിട്ടിരിക്കലായിരുന്നു. അപ്പോൾ ദുഃഖവെള്ളിയുടെ ദിവസമാണ് ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിടിക്കുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഷോപ്പിൽ ആ ഒരു ഷോപ്പ് ക്ലോസ് ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കടയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ഞായറാഴ്ച വന്നാലൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇന്ന് പോയിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു ടൈമിൽ ആ ഒരു ചേട്ടൻ അടിപൊളി, അതായത് സത്യം പറയുകയാണെങ്കിൽ ചിലവർ അവർ ചെയ്യുന്ന ജോലികളോട് ഭയങ്കര ആത്മാർത്ഥതയും പ്രൊഫഷണലിസവും കാര്യങ്ങളൊക്കെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചേട്ടനായിരുന്നു. അങ്ങനെ ആ ഒരു ചേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തു തന്നു. അതുപോലെ നല്ലൊരു കേസും അതുപോലെ തന്നെ സ്ക്രീൻ കാർഡൊക്കെ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ തോന്നി. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, പലപ്പോഴും ഞാനടക്കമുള്ള ആൾക്കാർ പറയുമ്പോൾ പലരും നമുക്കുള്ള കാര്യങ്ങൾ ഗ്രേറ്റ്ഫുൾ ആവാണ്ട് വെറുതെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് നമ്മളിങ്ങനെ ജീവിതം കളയലാണ് പരിപാടി എന്ന് പറയുന്നത്. ഞാനടക്കം അങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ ചെറുങ്ങനെ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയും കുറേ മാറാനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ എപ്പോഴും നമുക്കുള്ള കാര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ ആ ഒരു അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ മോട്ടിവേഷനായിട്ട് പറയുമെങ്കിലും ഞാനും ഇടയ്ക്ക് ഓവർ തിങ്ക് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരു പുതിയ ഫോണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനും അത് യൂസൊക്കെ ചെയ്യും. കാരണം ലൈഫിൽ എപ്പോഴും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വേണം. പക്ഷേ നമുക്ക് ഉള്ളതിനെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കും വേണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ലവ് യു.